ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇങ്ങനൊരു റിവ്യൂ ആണ്. എല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ ഇൻട്രോയുടെ ഭംഗിക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. സോ ഇന്ന് റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹാവൽസിന്റെ ഫേഷ്യൽ ഹെയർ റിമൂവർ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് പ്രോഡക്റ്റ്. സോ ഇങ്ങനെയാണ് അതിന്റെ പാക്കേജിങ് വരുന്നത്. ഈ ബാക്കും കവേർഡ് ആണ്. ആക്ച്വലി ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ച് യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണിത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. ഇതിന് ഇളക്കിയെടുക്കാൻ കുറച്ചധികം കഷ്ടപ്പാടാണ്. നമ്മളതിന് ഇളക്കിയെടുത്തു. സോ രണ്ട് സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഒന്ന് ബാറ്ററി, ഒന്ന് നമ്മുടെ ട്രിമ്മർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ട്രിമ്മറാണിത്. സോ ഇതിന് വേറെ അഡീഷണൽ ചാർജിങ്ങോ അങ്ങനത്തെ വയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൽ ആദ്യം എനിക്ക് ബാറ്ററി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കി പഠിച്ചൊക്കെ വന്നപ്പോൾ അത് സിമ്പിളായി. സോ അത് ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഇടുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ചൊക്കെ പറയാം. ഈ പ്ലാസ്റ്റിക് സാധനത്തിൽ നിന്ന് എടുക്കാൻ തന്നെ കുറച്ചധികം കഷ്ടപ്പാടാണ് ഗൈസ്. സോ ഇതാണ് ഇവർ ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്ന ബാറ്ററി. സോ ഇതാണ് നമ്മുടെ മെയിൻ ആള്, ഹാവൽസിന്റെ ഫേഷ്യൽ ഹെയർ ട്രിമ്മർ. സോ ഇതിനൊരു ക്യാപ്പുണ്ട്. ക്യാപ്പിലൊരു മിററുണ്ട്. അത് ഇച്ചിരി സൂം ചെയ്ത് കാണിക്കുന്ന മിററാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഹെയർ ഒക്കെ നമുക്ക് ഇച്ചിരി നല്ലപോലെ കാണാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി സൂം ചെയ്ത് കാണിക്കുന്ന ഒരു മിററുള്ളൊരു ക്യാപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ഹെഡുണ്ട്. ഓക്കെ, അതേപോലെ തിരിച്ചടയ്ക്കാം. എന്നിട്ട് ഫുൾ ബോഡി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനകത്താണ് നമ്മൾ ബാറ്ററി ഇടുന്ന പോർഷൻ. ഓക്കെ, അപ്പോൾ ബാറ്ററി ഇടുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് സൈഡ് ഇതിനകത്ത്, നെഗറ്റീവ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഇടാനായിട്ട് കണ്ടോ, ഇവിടെ ഒരു വര പോലത്തെ സാധനം. സോ അതേ സാധനം നമുക്ക് ഇതിലുമുണ്ട് ഇത്. സോ ഇത് നോക്കി ഇടാം. അതിടുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കും. ഓണായ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. സോ ഇങ്ങനെയാണ് ബാറ്ററി ഇട്ടിട്ട് ഇരിക്കുക. സോ ഇതാണ് നമ്മുടെ ഫുൾ സാധനം. ഇത് നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് അത്യാവശ്യം പറഞ്ഞു പോയെന്നൊക്കെ ഉണ്ടെങ്കിൽ ബാഗിൽ നിന്ന് എടുക്കുക, യൂസ് ചെയ്യാം. ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. സോ ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ വർക്കിംഗ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ തന്നെയാണ് അതും. സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 3 ചിഹ്നങ്ങൾ ഉണ്ട്, സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇന്ന് അടുക്കത്തെയാണ് ഓഫ് മോഡിലിരിക്കുന്നത്. ആൻഡ് ഈ വരയിലോട്ടാക്കുമ്പോൾ ഇത് ഓൺ ആവും. ഓൺ ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ആൻഡ് വീണ്ടും തിരിക്കുമ്പോൾ ഇത് ഓഫാണ്. പിന്നെ ഇങ്ങോട്ടാക്കിയിട്ട് ഫുൾ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഓപ്പൺ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കാണാം. സോ ഇതിനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, അതായത് അലർജീസോ കാര്യങ്ങളോ പോലെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടച്ച് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ആക്റ്റീവ് പിമ്പിൾസ് ഉള്ള സ്ഥലത്ത്, ഐ മീൻ എനിക്കിപ്പോൾ ഇവിടെ ഒരു ആക്റ്റീവ് പിമ്പിൾ ഉണ്ട്. കാരണം തൊടുമ്പോൾ തന്നെ എനിക്ക് മീൻസ് എന്തെങ്കിലും കൊണ്ടോ വരച്ചാൽ അത് പൊട്ടും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ പിമ്പിൾസ് വരുന്ന വളരെ കുറവാണ്. സോ സേഫ്. പിമ്പിൾസ്, ആക്റ്റീവ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുത്. അത് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ വേറെ എനിക്കൊന്നും തോന്നിയില്ല. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ നല്ല സ്മൂത്താണ്. ഞാൻ ഫേഷ്യൽ ഹെയർസ് എടുക്കുന്ന പാർട്സ് ഒന്ന് ഇവിടെ ആൻഡ് ഇവിടെ. പിന്നെ ഫോഹഡിൽ എന്തെങ്കിലും കാണുവാണെങ്കിൽ മാത്രം ഫോഹഡ് എടുക്കും. പിന്നെ ഇവിടെയൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് ട്രിം ചെയ്ത് വിടും. കാരണം ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. സോ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എടുക്കേണ്ട പ്രിക്കോഷൻസ് കാര്യങ്ങളും പറയാം. നമ്മൾ റേസർ യൂസ് ചെയ്യുന്ന സമയം, ഞാൻ റേസർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അത് നിർത്തി. കാരണം റേസേഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയുന്നതല്ല. ഞാൻ 3 റേസേഴ്സ് അറൗണ്ട് 200 വരും. അത് നമ്മൾ 2 months കൂടുമ്പോൾ മേടിക്കണം. സോ അത് പിന്നെ അത് 1-2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ടൈനി ബംസ് വരാൻ തുടങ്ങും. സോ ഞാൻ റേസേഴ്സ്, അതുകൊണ്ടാണ് ഇതിൽ റേസേഴ്സിനൊരു മോചനം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം കണ്ടുപിടിച്ചത്. എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവൾ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ മിറർ. അങ്ങനെയാണ് ഞാനിത് മേടിക്കുന്നത്. ആൻഡ് ഓക്കെ, ഇത് യൂസ് ചെയ്തതിന് മുന്നേ നമ്മൾ നല്ലപോലെ, നമ്മൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. അത് ഫുൾ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഫേസ് ഫുൾ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ റൊട്ടേറ്ററി മോഷനിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്തും യൂസ് ചെയ്യാം. അത് നമ്മുടെ കൺവീനിയൻറ്റ് പോലെ ഇരിക്കും. പിന്നെ ഇച്ചിരി സ്ട്രെച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ പിന്നാമ്പുറം എനിക്ക് പറയാനുള്ളത്. പിന്നെ യൂസ് ചെയ്തതിന് ശേഷം ഓഫ് കോഴ്സ് മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ്. മോയ്സ്ചറൈസർ ഇതാണ്. പിന്നെന്താണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് യൂസ് ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിലെനിക്ക് ഇവിടെ നേരെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇതും നല്ലപോലെ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഹെയർ കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാനൊന്ന് ട്രിം ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഡെമോ വർക്ക് ചെയ്ത് തുടങ്ങി. സോ ഞാൻ ഈ ഫിംഗറിലാണ് ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഗോൺ. ഓക്കെ, ഞാൻ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഗോൺ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ പിന്നെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഡ്യൂപ്പ് ഉണ്ട്. ഹാവൽസിൻ്റെ ഡ്യൂപ്പ് എന്നല്ല പറയുന്നത്, ഇങ്ങനത്തെ ഫേഷ്യൽ ഹെയർ റിമൂവറിൻ്റെ ഡ്യൂപ്സ് ഉണ്ട്. എത്ര 199, 200 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അങ്ങനെ ഒന്നും മേടിച്ച ഒരാളാണ്. പക്ഷെ അത് അത്ര ഫ്ലോപ്പാണ്. ജസ്റ്റ് ഇതേപോലെ സൗണ്ടൊക്കെ തന്നെ കേൾക്കുമെങ്കിലും ഒന്നും വരക്കാവത്തില്ല, വെറുതെ ഉള്ളൊരു സാധനമാണിത്. സോ ഇതാണ് യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഹെയർ അത് പുള്ള് ചെയ്യത്തില്ല. കാരണം ബാക്കി ഹെയർ അവിടെ നിന്ന് അടിഞ്ഞിരിക്കുന്ന കാരണം ഈ സാധനം ആ ഹെയർ പുള്ള് ചെയ്യത്തില്ല. സോ നമ്മളത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ മറ്റേ വീഡിയോയിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ ഹെഡ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇതേപോലെ ഓപ്പൺ ആക്കുക. ഇത് അവർ വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകാം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല വെള്ളം. സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആയിരിക്കാം, പക്ഷെ എന്നാലും എനിക്കൊരു പേടി, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിയുന്നില്ല. ഞാൻ സാധാരണ ഈ ബ്രഷ് നോട്ട് ദി പോയിന്റ്. ഈ ബ്രഷ് അവർ എനിക്ക് തന്നതല്ല. ഞാനും പറഞ്ഞില്ല, ഇതിൻ്റെ ഡ്യൂപ്പ് ഞാൻ പണ്ട് മേടിച്ചിട്ടുണ്ട്, അതൊന്നിനും കൊള്ളത്തില്ല. പക്ഷെ അതിൻ്റെ കൂടെ കിട്ടിയ ബ്രഷാണ്, അത് വെച്ചാണ് ഞാനിത് ക്ലീൻ ചെയ്തത്. ഡ്യൂപ്പിൻ്റെ കൂടെ ബ്രഷ് ഉണ്ട്, ഇതിൻ്റെ കൂടെ ബ്രഷ് ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊന്ന് വെച്ചാൽ ഈ പുറത്തേക്ക് ഇങ്ങോട്ട് നല്ല ശക്തിയോട് ഇങ്ങനെ ഊതുമ്പോൾ കുറേ ഹെയർ പോകാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെയും ഒക്കെ ഹെയർ ഇങ്ങനെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എടുത്തന്നെ കുറച്ച് ഹെയർ തന്നെ വന്നിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളയുന്നതാണ്. സോ ഇങ്ങനെ ക്ലീനിങ്ങും വളരെ ഈസിയാണ്, ഭയങ്കര റിസ്കി ബിസിനസ് ഒന്നുമല്ല. പിന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ആൾക്കാർ ആണെങ്കിൽ ഇത് നല്ലപോലെ ഉണങ്ങിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ഇനി അധികം പറയാനായിട്ടില്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ. ഹാവൽസ് ഹെയർ ട്രിമ്മർ. ഓപ്പൺ തന്നെ വർക്കിംഗ് ആണിപ്പോൾ. ഉണ്ട് ഇവിടെ ചെറിയ മിഷ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത്ര ഓക്കെ. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നമുക്ക് എടുത്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും. പിന്നെ ഇതിൻ്റെ കാറ്റിൽ മിററുണ്ട്. ഓക്കെ. ഈ ഒരു പോർഷൻ ഇല്ല, ഈ ഒരു പോർഷൻ നമുക്ക് ടിൽറ്റ് ചെയ്ത് ഊരാൻ പറ്റും. അപ്പോൾ കാണോ മുടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇരിക്കും. സോ ഈ ഒരു ബ്രഷ് ആക്ച്വലി ഇതിൻ്റെ കൂടെ എനിക്ക് ബ്രഷൊന്നും കിട്ടിയിട്ടില്ല. എനിക്കല്ലാതെ ഞാൻ പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഒരു ട്യൂബ് ഇതേപോലത്തെ ട്രിമ്മർ മേടിച്ചപ്പോൾ കിട്ടിയത്. അതിൻ്റെ കൂടെ ബ്രഷ് ഉണ്ടായി, പക്ഷേ ഇതിൻ്റെ ബ്രഷില്ല. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ അകത്ത് ഫുൾ ഇങ്ങനെ ഹെയർ, നമ്മുടെ ഇപ്പോൾ റിമൂവ് ചെയ്ത ഹെയർ ഉണ്ടാവും, അത് ഫുൾ ഇങ്ങനെ എടുത്ത് കളയാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന മുന്നേ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇടണ്ട. അല്ലാണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ ഇതേപോലെ നമുക്ക് ഫുൾ റിമൂവ് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? അതേപോലെ ഈ ഹെഡിലും ഹെയർ ഉണ്ടാവും. നമ്മളിങ്ങനെ ബ്രഷ് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, നമ്മൾ ശക്തിയായിട്ട് ഊതിയാലും മതി. ഓക്കെ, ഇങ്ങനെ ജെന്റിലായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ശക്തിയായിട്ട് ഊതിയാലും മതി. ഈ ഹെയർ പക്ഷേ കുറച്ചധികം പ്രാവശ്യം ഊതേണ്ടി വരും. ഈ ഹെയർ ഫുൾ പോകുമ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ ക്ലീൻ ആവും. അത് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇതേപോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന രീതി. സോ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ല ഇവിടെ ഫേസിലൊന്നും. നമ്മുടെ ഈ റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഫാർ ബെറ്ററാണ്. പിന്നെ ബാറ്ററിയാണ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. സോ അതാണ് യൂസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. സോ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ മസ്റ്റാണ്. മോയ്സ്ചറൈസർ മറക്കരുത്. കാരണം എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നെ ചെറുതായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ഫുൾ ഇതാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ്. പിന്നെ പറയാനുള്ളത്, ഇത് എത്ര കഴിഞ്ഞാൽ വീണ്ടും ഹെയർ തിരിച്ച് ഗ്രോ ചെയ്യും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ
ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വേഗം തിരിച്ച് ഹെയർ ഗ്രോ ചെയ്യും. അല്ല നോർമൽ ഹോർമോൺ ലെവൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നോർമലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഞാനിത് മോസ്റ്റ് പ്രോബബ്ലി ഒരു 5 days കൂടുമ്പോഴൊക്കെ ചെറുതായിട്ട് വരുമ്പോൾ വീണ്ടും യൂസ് ചെയ്യും. പിന്നെ റേസേഴ്സ് ഇതും വെച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത്, റേസേഴ്സ് കുറച്ച് ഒരു കുഞ്ഞി തരിതരിയായിട്ട് ഇവിടേക്ക് വന്നാലും റേസേഴ്സിന് അത് അങ്ങോട്ട് ഇതാവത്തില്ല, നമുക്കത് ഷേവ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് ആ കുഞ്ഞ് പാർട്ടിക്കിൾ ഹെയർ പോലും ഇത് നല്ലപോലെ ഷേവ് ചെയ്തെടുക്കും. സോ ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ ആക്കുമ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ആ ഹെഡ് ഈ പോർഷൻ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. പിന്നെ പെയിൻഫുൾ ആണോ ചോദിച്ചാൽ ഒട്ടും പെയിൻഫുൾ അല്ല. പെയിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു സാധനവും അവിടെ വരുന്നില്ല. ഭയങ്കര സ്മൂത്താണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര സ്മൂത്താണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എടുക്കുന്ന വീഡിയോ ആണ്, കുറച്ച് ഒരു 1 hour കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണിത്. സോ ഒരു പ്രശ്നവും ഇല്ല ഇതുവരെ, സ്കിന്നിന് ടച്ച് ഇതുവരെ ഇല്ല. അപ്പോൾ ഈ ഹാവൽസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി ഇതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.